ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ്. മെയ് 31 എനർജിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട എനർജീസ് എന്താണെന്ന് നോക്കാം. പയൽ നമ്പർ 1ൻ്റെ സാറ്റർഡേ മെയ് 31. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഓൾഡർ മാൻ്റെ എനർജിയാണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. പ്രായമായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഡീലിങ്സ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടിരിക്കുക. കുറച്ച് പേർക്ക് അവരുടെ ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എനർജീസിനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഫ്രൈയിങ് പാൻ, ട്രബിൾ ആൻഡ് അക്വിസിഷൻസ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു വ്യക്തി വേറൊരു സിറ്റുവേഷനെ കാരണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ വിമർശനത്തിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫയറിൻ്റെ എനർജിയാണ്, തീ, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. സിസേഴ്സിൻ്റെ എനർജി, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ. കുറച്ച് പേർക്ക് നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന, നിങ്ങളെ എന്താ പറയുക, റോങ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്ന, ഒരു ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ മനസ്സമാധാനം, പീസ് കെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കട്ട് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു കത്രിക കാണുന്നുണ്ട് നമുക്ക്. അതുപോലെ ആ ഒരു കോഡ് കട്ട് ചെയ്ത് കളയാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കാം. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തി പെരുമാറുന്നില്ല, എനർജീസ് ലഭിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാർമിക് ആയിട്ടുള്ള കോഡ്, അവരായിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനർജറ്റിക്കലി വന്നിട്ട് അവരോടൊന്നും പറയണം എന്നില്ല. നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. someone ഈസ് ലീവിങ് യുവർ ലൈഫ്. കുറച്ച് പേർക്ക് ഒത്തിരി സങ്കടത്തിൻ്റെ എനർജി, വിഷമത്തിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് വിട്ടുപോയ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഒരു ലവിങ് എനർജി, കെയറിങ് എനർജി, ബ്ലെസ്സിങ്ങിൻ്റെ എനർജി, ഇൻ കേസ് ഫോർഗീവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി അതായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ അവെയർ ആയിട്ടിരിക്കുക നിങ്ങളുടെ ആക്ഷൻസ്. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പയൽ നമ്പർ 1ൻ്റെ സാറ്റർഡേ എനർജീസ് എന്തൊക്കെയാണ്. താങ്ക് യു. ഓക്കെ, ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് സോഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇമോഷൻസ് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല. കൺഫ്യൂഷൻ്റെ എനർജിയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു എനർജിയിൽ ഓവറോൾ ഈ ഒരു ദിവസം ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ലെറ്റർ, ഇൻഫർമേഷൻ, ഒരു നോളേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഹാർട്ട് സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് യാത്രകൾ ചെയ്യുമ്പോഴായിരിക്കാം, ട്രാവൽ എനർജിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം വെയിറ്റിംഗ് പീരീഡിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടാകാം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ആകാം. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്.
സ്ട്രെങ്ത്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്, എന്ത് കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്, അത് ബാലൻസ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നീതി, ന്യായം, ആ ഒരു ട്രൂത്ത്, സത്യത്തിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എല്ലാ സിറ്റുവേഷൻ്റെയും ആ ഒരു നന്മ, എല്ലാത്തിലും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ആത്മീയമായിട്ടുള്ള രീതിയിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ട്, സ്നേഹത്തിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം എന്തെങ്കിലും അഡ്വൈസ്, ഗൈഡൻസ് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അതും ക്ലോസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട്, കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഫയൽ നമ്പർ 1, കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ചിങ്ങരാശി, ലിയോ സൈൻ ഇവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ബിസിനസ് ഐഡിയാസ്, പുതിയ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഒത്തിരി പ്രേരണ വരുന്നതായിട്ട്, ഒത്തിരി സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ക്രിയേറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അവിടെയും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ ദീർഘവീക്ഷണത്തിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങളെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. താങ്ക് യു. ഓക്കെ, ഫൈനൽ ഈ 2 കാർഡ്സും കൂടെ എടുക്കാം. ഇവിടെ വേൾഡ്, അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മറ്റുള്ളവരെന്താണ് പറയുന്നത്, വേൾഡ് എന്താണ് പറയുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ, തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം കുറച്ച് പേർക്ക്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അഗെയിൻ ഇവിടെ സപ്പോർട്ടിൻ്റെ എനർജിയാണ്. ഒത്തിരി പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കാം വേൾഡിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വരുന്നതായിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ റീകൺസിലിയേഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് കോംപ്രമൈസിലെത്തുന്ന എനർജി, യോജിപ്പിൻ്റെ എനർജിയും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേരൊരു ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള എനർജി, കുറച്ചൊരു കെയർ ഫ്രീ എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും അതിനെ ബോദർ ചെയ്യാതെ തനിക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത്, തൻ്റെ പാഷൻ എന്താണോ അതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. കുട്ടികളുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഫൺ എനർജിയാണ്. കുറച്ച് പേർക്ക് ഫ്രണ്ട്സ്, കുട്ടികൾ, അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ട്. ഒത്തിരി പാഷനും കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പാഷൻ, സ്നേഹത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെയ് 31st എനർജി. ഫസ്റ്റ്, ഈ ഒരു ദിവസം കെയർഫുൾ ആകേണ്ട എനർജി എന്തൊക്കെയാണ്, ശ്രദ്ധ കൊടുക്കേണ്ട എനർജീസ് എന്തൊക്കെയാണ്. പായൽ നമ്പർ 2 വന്നിട്ട് ഇവിടെ വന്നിട്ട് ക്യാമലാണ്, ഒട്ടകത്തിൻ്റെ എനർജിയാണ്. പെർസീവിയർ ആൻഡ് യു വിൽ ഓവർകം പ്രോബ്ലംസ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ
ട്രബിൾസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പെർസിവിയറൻസിൻ്റെ എനർജി, അതായത് പരിശ്രമിക്കാനായിട്ടുള്ള എനർജി, കുറച്ച് പേർക്ക് പേഷ്യൻസിൻ്റെ എനർജി, ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകുന്നുണ്ടാകാം. അതും കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത്. യങ്ങർ വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ വുമൺ, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികൾ, അവരുമായിട്ടുള്ള ഡീലിങ്സിൽ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ, ചിലപ്പോൾ പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രാമയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവായിട്ട് നിർത്തുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫീലിംഗ് ടൈഡ് ഡൗൺ ഓർ ഫ്രസ്ട്രേറ്റഡ്, കുറച്ച് പേർക്ക് ഇവിടെ ഫ്രസ്ട്രേഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് നിങ്ങളെ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ നല്ല മഴയാണ്, അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല, അതായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേഷ്യൻസ്, കുറച്ചും കൂടെ ബാലൻസ് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പായിട്ടുള്ള ഡീലിങ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. ഈ ഒരു ദിവസം ഓവറോൾ എനിക്ക് ഒത്തിരി ഇമോഷണൽ എനർജിയിൽ നിന്ന് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഷാഡോ ഹീലിംഗ് ആയിരിക്കാം. നിങ്ങളെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണം, സിറ്റുവേഷൻസിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരണം. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എനർജീസും ഇവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. എന്ത് സിറ്റുവേഷൻ ആയാലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ആ ഒരു ബോക്സിൽ നിന്ന് ചിന്തിക്കാതെ കുറച്ചും കൂടെ വിശാലമായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. താങ്ക് യു. ഫൂളിൻ്റെ എനർജി. ഈ ഒരു ദിവസം നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിട്ടുള്ള കഴിവുകളും നിങ്ങൾക്കറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ പല സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട്, സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനർജീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷനും കാണുന്നുണ്ട്. നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ മനസ്സിൽ പേടി, ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കോൺഫിഡൻസ് വരാനായിട്ട്, തൻ്റെ എനർജിയിലോട്ട് തിരിച്ചു വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ അക്നോളജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കണ്ടോ, ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നേക്കുന്നത്. ടെമ്പറൻസിൻ്റെ എനർജി. എഗെയിൻ ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ധൈര്യം ആവശ്യമുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കരിയർ, അങ്ങനത്തെ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, സക്സസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കോൺഫിഡൻസിന്, നിങ്ങളുടെ ധൈര്യത്തിന് ഒത്തിരി പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സണ്ണിൻ്റെ എനർജിയാണ്, സൂര്യൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, ഇല്ലുമിനേഷൻ, ക്ലാരിറ്റി, വ്യക്തത വരുന്നതാണ്. അതും കുറച്ച് പേർക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ലേണിംഗ്, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേര് വന്നിട്ട് പല കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ടൈമായിരിക്കാം. താങ്ക് യു. സ്റ്റാറിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്.
പ്രത്യേകിച്ചും ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ തളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഉയർന്നു വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സർപ്രൈസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ, പ്രേ ചെയ്ത കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കാം, മാറ്റമായിരിക്കാം, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കാം. അതെല്ലാം നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ടൈമും ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇതിൽ ഒത്തിരി അറിവ്, നോളേജ്, കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ടാകാം. എഗെയിൻ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. അത് സിറ്റുവേഷൻസ് നിങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജീസ്, ന്യൂസ്, ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.